തെരഞ്ഞെടുപ്പ് അടുത്തു വരുംതോറും സർവേകളുടെ പെരുമഴയാണ്. അതുകൊണ്ട് തന്നെ പുറത്തു വരുന്ന എല്ലാ സർവേകളും മീഡിയാഗ്രാമം അങ്ങനെ വിശകലനം ചെയ്യാറില്ല. വസ്തുതകൾ ഉണ്ടെന്ന് തോന്നുന്നതും ആധികാരികമായും രാഷ്ട്രീയപരമായുമൊക്കെ തെരഞ്ഞെടുത്തിരിക്കുന്ന സാമ്പിളുകളിൽ നിന്ന് കിട്ടുന്ന ഉത്തരവും അതുപോലെ ഏജൻസികളുടെ വിശ്വാസ്യതയും ഒക്കെ സർവേകളിൽ വളരെ പ്രധാനമാണ്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്നുമുണ്ട്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു സർവേയിൽ അതിശക്തമായ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കേരളത്തിൽ പറയുന്നത്. അതായത് ടീം PSR എന്ന പേരിലുള്ള ഏജൻസിയാണ് ഈ സർവേ നടത്തിയത്. അതായത് രാജ്യത്തെ ആധികാരികമായി സർവേ നടത്താറുള്ള പല പ്രധാന ഏജൻസികളിലെയും അംഗങ്ങൾ ചേർന്ന് രൂപം കൊടുത്തതാണ് ഈ ടീം PSR എന്ന് പറയുന്നത്. മറ്റുള്ള സർവേകളേക്കാൾ കൂടുതൽ വ്യാപകമായി അംഗങ്ങളെ വിന്യസിക്കുകയും വളരെയധികം സാമ്പിളുകൾ കളക്ട് ചെയ്ത് അതിൽ നിന്ന് ഉത്തരം കണ്ടെത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സർവേയുടെ പ്രത്യേകത. പല ഏജൻസികളിലെയും ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക് ഇതിന് പ്രത്യേക താല്പര്യങ്ങൾ ഒന്നുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയും ഇവർ പിന്തുണ നൽകാറുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഇതിൽ കാണുന്നത്. അത് ഈ സർവേ പ്രവചനത്തിൽ വളരെ വ്യക്തമായി പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ 14 ജില്ലകളിലും പോയി ഒരു ജില്ലയിൽ 7 വീതം അംഗങ്ങളുള്ള 14 ടീമുകളാണ് ഇവർ വിന്യസിച്ചതും കണക്കെടുത്തതും. അതിനായി അവർ 80,058 സാമ്പിളുകളാണ് എടുത്തത്. നമുക്കറിയാം NDTV കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ട ഒരു സർവേയിൽ അടക്കം വെറും 1500-ൽ താഴെയാണ് സാമ്പിളുകൾ എടുത്തിരിക്കുന്നത്. അവിടെയാണ് ഇത്രയും വലിയൊരു ആധികാരികമായ സർവേയുമായി ടീം PSR രംഗത്ത് വരുന്നത്. അതായത് ഈ ജനുവരി 2-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം പോലും ഇടതടവില്ലാതെ കേരളം മുഴുവൻ നിറഞ്ഞു നിന്ന സർവേയായിരുന്നു ടീം PSR നടത്തിയത്. അതിൽ പറയുന്ന കണക്കുകൾ കേട്ടാൽ യഥാർത്ഥത്തിൽ മുന്നണികൾ, പ്രത്യേകിച്ച് UDF അന്തം വിട്ടുപോകും. അത്രയ്ക്കും ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ തിരിച്ചടി നേരിടാൻ UDF തയ്യാറാകേണ്ടി വരും എന്നുള്ളതാണ് വളരെ പ്രധാനം. അതായത് എല്ലാ ജാതി മത വിഭാഗങ്ങളെയും ഒരുപോലെ കണ്ട് 36 മുതൽ 50 വയസ്സുള്ളവരെ വിഭാഗങ്ങളെ മാത്രം കുറച്ച് കൂടുതൽ, അതായത് 30%-ഓളവും ബാക്കി എല്ലാ വിഭാഗക്കാരെയും 20%-ഓളവും പോയി കണ്ടിട്ടാണ് ഈ സർവേ നടത്തിയത്. അതിൽ യുവാക്കളെയും തൊഴിലന്വേഷകരുമേ എല്ലാം വളരെയധികം ശ്രദ്ധിച്ചു ഈ സർവേയിൽ. അതുപോലെ തന്നെ 53% ഗ്രാമീണ മേഖലയിലും 47% നഗരപ്രദേശങ്ങളിലുമാണ് ഈ സർവേ സാമ്പിളുകൾ എടുത്തതും ആളെ കണ്ടതും. അതുമാത്രമല്ല 51% സ്ത്രീകളും 49% പുരുഷന്മാരുമാണ് ഈ സർവേ നടത്തിപ്പിൽ പോയി കണ്ടത്. സമൂഹത്തിലുള്ള തൊഴിലുള്ളവരും ഇല്ലാത്തവരും, സർക്കാർ ജോലിക്കാരും അല്ലാത്തവരും, കൂലിപ്പണിക്കാരും, കൃഷിക്കാരും മറ്റു ബിസിനസ്സുകാരും, അങ്ങനെ എല്ലാവരും അടക്കം സമൂഹത്തിലെ ഒരു വിഭാഗത്തെയും ഒഴിവാക്കാതെ അവരുടെ പ്രശ്നങ്ങൾ കൂടി പഠിച്ചുകൊണ്ടാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത്. അതിൽ പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് കേരളം ആര് ഭരിക്കും എന്ന് പറയാൻ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. അതായത് വോട്ട് വിഹിതത്തിൽ ചെറിയ മുൻതൂക്കം LDFന് തന്നെയാണ്. 38.41% ഇടതുമുന്നണി നേടും എന്ന് പറയുമ്പോൾ അതേ 38.12% UDFന് വോട്ട് വിഹിതം പറയുന്നത്. എങ്കിലും സീറ്റിൻ്റെ വ്യത്യാസത്തിൽ UDF അധികാരത്തിലെത്തുമെന്നാണ് പറയുന്നത്. UDF 72 സീറ്റ് മുതൽ 77 സീറ്റുകൾ വരെ നേടുമ്പോൾ LDF 62 മുതൽ 68 സീറ്റുകൾ വരെ നേടി പ്രതിപക്ഷത്തിരിക്കുമെന്നാണ് ഈ സർവേ പറയുന്നത്. BJP ആണെങ്കിൽ 20%-ഓളം വോട്ടുകൾ നേടുമെന്നും ഈ സർവേ വ്യക്തമാക്കുന്നുണ്ട്. LDFന് നേരിയ മുൻതൂക്കം വോട്ട് വിഹിതത്തിൽ ഉണ്ടെങ്കിലും UDFന് ഇങ്ങനെ ഭരണത്തിലെത്തിക്കുന്നത് ചില പ്രത്യേക ഘടകങ്ങളായി. അതായത് നിഷ്പക്ഷമായി ഇപ്പോൾ നിൽക്കുന്ന ഒരു 3% ആളുകൾ ഉണ്ട്. അവരുടെ നിശബ്ദത അല്ലെങ്കിൽ പ്രതികരണമില്ലായ്മ എന്ന് പറയുന്നത് ഈ സർക്കാരിനെതിരെയുള്ള വിരോധം അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമാണ് അവരുടെ മനസ്സിൽ ഉള്ളത് എന്ന് ഉറപ്പിക്കുകയാണ് സർവേ. ആ 3%-ത്തിലാണ് UDFൻ്റെ മുന്നേറ്റം അവിടെ കാണുന്നത്. മറ്റൊരു കാര്യം, ഈ സർവേ നടക്കുന്നത് കേരളത്തിൽ സാമുദായിക ഐക്യത്തിന് തയ്യാറെടുക്കുന്ന ഒരു സമയത്തായിരുന്നു. നായരും ഈഴവരും നസ്രാണിയും ഒന്നിച്ച് എല്ലാവരും കൈകോർക്കുമെന്നൊരു ധാരണ ഉണ്ടായിരുന്ന സമയത്ത് നടത്തിയ ഈ സർവേയിൽ അതും ചർച്ചയായിരുന്നു. എന്നാൽ
ഇന്നത്തെ സ്ഥിതിയിൽ UDFിൻ്റെ സ്ഥിതി അല്പം മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം വളരെ പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ UDFിന് വലിയ മുന്നേറ്റം നൽകാൻ പോകുന്നതാണ് എന്ന് ഈ സർവേ വ്യക്തമാക്കുന്നു. ഒന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം. അത് സെമി ഫൈനലാണെന്നും ഫൈനൽ വിജയിക്കുമെന്നും വിശ്വസിക്കുന്നു UDFും അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകരും ഈ സർവേയും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ശബരിമല വിഷയം. ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടത്തിയത് CPMൻ്റെ നേതൃത്വത്തിൽ എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചടി LDF പ്രതീക്ഷിക്കണം എന്നാണ് ഈ സർവേ പറയുന്നത്. അതുപോലെ മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ VD സതീശൻ്റെ നല്ല നേതൃത്വം അത് UDF കേന്ദ്രങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുകയാണ് എന്നും ഈ സർവേയിൽ പറയുന്നു. ഒപ്പം തന്നെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഒന്നൊഴിയാതെ UDFിലേക്ക് ചായും എന്നുറപ്പുള്ളൊരു സാഹചര്യമാണിപ്പോൾ ഉള്ളത്. അങ്ങനെ ഇപ്പോഴത്തെ PSR ടീം നടത്തിയ ഈ സർവേയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ പറയുന്നുണ്ടെങ്കിലും അവർ തന്നെ UDFിന് അനുകൂലമായി ഒരു പക്ഷേ കൊടുങ്കാറ്റായി മാറാൻ വരെ സാധ്യതയുള്ള ചില കാരണങ്ങളും ഇതിൽ നിരത്തുന്നുണ്ട്. ഇതാണ് ഈ സർവേയുടെ ഉള്ളടക്കം. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ UDF, പ്രത്യേകിച്ച് കോൺഗ്രസ്, വലിയ മുന്നേറ്റം നേടും. അതല്ല, ഇനിയും തമ്മിൽ തല്ലാനാണ് ഭാവമെങ്കിൽ അവർക്ക് പണിയും ഉറപ്പാണ്.